കർക്കിടക മാസത്തിലെ അമാവാസ്യയ്ക്ക് പിതൃക്കൾക്ക് വേണ്ടി ബലിതർപ്പണം നടത്തിയതിന് ശേഷം പിതൃക്കളെ സങ്കല്പിച്ച് വീതി വയ്ക്കുന്ന ഒരു സമ്പ്രദായം നിലവിലുണ്ട്. പല സ്ഥലങ്ങളിലും അത് വയ്ക്കാറുണ്ടാവും. പ്രാദേശികമായിട്ട് ഇത്തരം ഈ ഒരു രീതിക്ക് പല വ്യത്യാസങ്ങളും ഉണ്ടാവാം. അത് എങ്ങനെയാണ് വീതി വയ്ക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. നിലവിൽ ഇത്തരം ഇങ്ങനെ വീതി വയ്ക്കുന്ന ആളുകൾ കാലങ്ങളായിട്ട് അവരുടെ പൂർവികർ ചെയ്യുന്ന രീതി മനസ്സിലാക്കി വീതി വയ്ക്കുന്ന സമ്പ്രദായം തുടർന്ന് പോരുന്ന ആളുകൾ ഈ വീഡിയോ കേട്ടിട്ട് ഒരു തരത്തിലും മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. അവർ ചെയ്യുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ തുടർന്ന് പോകേണ്ടതാണ്. അവരെന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ശരി. കാരണം അവരുടെ പൂർവികർ ചെയ്യുന്നത് മനസ്സിലാക്കി അതുപോലെ തന്നെ ചെയ്യുന്നതാണ്. അതിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. അതങ്ങനെ തന്നെ തുടർന്ന് പോരുക. എന്നാൽ പുതിയതായിട്ട് വീതി വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വീതി വയ്ക്കുന്നതിന് സംശയമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ട് വീതി വയ്ക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വീതി വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത്, ബലി ഇട്ടതിന് ശേഷം അന്ന് സാധാരണ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ അന്ന് വൈകിട്ടോ ആണ് വീതി വയ്ക്കാറ്. വീതി വയ്ക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം ശുദ്ധിയാക്കി എടുക്കുക. അടിച്ച് തളിച്ച് ശുദ്ധിയാക്കി വെള്ളമൊക്കെ തള്ളി ശുദ്ധിയാക്കി വയ്ക്കുക. അതിനുശേഷം അവിടെ ആദ്യം വിളക്ക് കത്തിച്ച് വയ്ക്കുക. വിളക്ക് കത്തിക്കുമ്പോൾ വിളക്കിൽ നെയ്യ് ഒഴിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള എണ്ണ ഉപയോഗിക്കുക. എള്ളെണ്ണയോ ശുദ്ധമായിട്ടുള്ള എണ്ണ ഉപയോഗിക്കുക. വിളക്കെണ്ണ ഉപയോഗിക്കാതിരിക്കുക. നെയ്യായിരിക്കും കൂടുതൽ ഉത്തമം. അതിൽ വിളക്കിൽ ഇടേണ്ടത് 5 തിരികളാണ്. 5 തിരികൾ, ഒരു തിരി കിഴക്കോട്ട്, ഒരു തിരി പടിഞ്ഞാട്ട്, ഒരു തിരി വടക്കോട്ട്, ഒരു തിരി തെക്കോട്ട്. 5ാമത്തെ തിരി ഇടേണ്ടത് കിഴക്കോട്ടുള്ള തിരിക്കും വടക്കോട്ടുള്ള തിരിക്കും മധ്യത്തിലായിട്ട് വടക്ക് കിഴക്ക് ദിക്കിനെ സങ്കല്പിച്ചിട്ടാണ് 5ാമത്തെ തിരി ഇടേണ്ടത്. അങ്ങനെ വിളക്ക് തെളിയിച്ചതിന് ശേഷം ഒരു തൂശനില വിളക്കിന് മുമ്പിൽ വയ്ക്കുക. തൂശനില ഒന്നുകിൽ തൂശനിലയുടെ കൂമ്പ് വരുന്ന ഭാഗം, അതിൻ്റെ തുമ്പ് വരുന്ന ഭാഗം കിഴക്കോട്ട് തിരിച്ച് വയ്ക്കാം. അല്ലെങ്കിൽ അതിൻ്റെ തൂശനിലയുടെ കൂമ്പ് വരുന്ന ഭാഗം വിളക്കിൻ്റെ ഇടതുവശത്ത് വരുന്ന രീതിയിൽ വയ്ക്കാം. നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അതിൻ്റെ തൂശനിലയുടെ തുമ്പ് വരുന്നത് നമ്മുടെ ഇടത് ഭാഗത്താണ്. ആ രീതിയിൽ വയ്ക്കാം. ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ വയ്ക്കുക. അതിനകത്ത് നമ്മളുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം അതിനകത്ത് വിളമ്പുക. ചിലർ പിതൃക്കൾക്ക് മരിച്ചുപോയ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കാൻ, ഇന്ന ഭക്ഷണം അച്ഛന് ഇന്ന ഭക്ഷണം ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ആ ഭക്ഷണം വയ്ക്കാറുണ്ട്. അങ്ങനെ നമുക്ക് എന്തൊക്കെയാണോ ഭക്ഷണങ്ങൾ വയ്ക്കാൻ താല്പര്യമുള്ളത് ആ ഭക്ഷണങ്ങളെല്ലാം അതിനകത്ത് വിളമ്പുക. മാംസാഹാരങ്ങളോ ഒക്കെ ഇഷ്ടമുള്ള പിതൃക്കളാണെങ്കിൽ അവരെ സങ്കല്പിച്ച് മാംസാഹാരങ്ങളൊക്കെ വിളമ്പാം. ചിലർ ചോദിക്കാറുണ്ട്, വിളക്ക് കത്തിച്ചിട്ട് അതിന് മുമ്പിൽ മാംസം വിളമ്പാൻ പാടുണ്ടോ എന്ന്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. വിളക്കിൽ നമ്മൾ സങ്കല്പിക്കുന്നത് പിതൃക്കളെയാണ്, നമ്മൾ വയ്ക്കുന്നത് പിതൃക്കൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മാംസാഹാരം വിളമ്പിയതുകൊണ്ട് ഒരു തരത്തിലുള്ള കുഴപ്പവുമില്ല. പിന്നെ അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ പിതൃക്കൾ മദ്യപിച്ചിരുന്ന പിതൃക്കളാണെങ്കിൽ അവരെ സങ്കല്പിച്ച് മദ്യം വയ്ക്കാറുണ്ട്. ബീഡി വലിക്കുന്ന ആളുകളാണ് ബീഡി വയ്ക്കാറുണ്ട്. മുറുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് വെറ്റില്ല, അടയ്ക്കാപ്പാക്ക്, അങ്ങനെ മുറുക്കാനുള്ള സാധനങ്ങൾ വയ്ക്കാറുണ്ട്. അതെല്ലാം പ്രാദേശികമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ അവർക്ക് വേണ്ടി വയ്ക്കാൻ ആഗ്രഹമുള്ളത് അതെല്ലാം വയ്ക്കാം. നമ്മളിത് ചെയ്യുന്നത് നമ്മളുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയ നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി, നമ്മളുടെ അടുത്ത ബന്ധുക്കളെ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത പിതൃക്കൾക്ക് വേണ്ടി നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി വയ്ക്കുമ്പോൾ ആ ഒരു മനോഭാവത്തോടു കൂടി വേണം ചെയ്യാനായിട്ട്. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? നമ്മുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം അത്രയും ആത്മാർത്ഥമായിട്ട് ആ ഒരു പൂർണ്ണമായിട്ടുള്ള അർപ്പണ മനോഭാവത്തോടു കൂടി വേണം നമ്മൾ വീതി വയ്ക്കാനായിട്ട്. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം വെച്ചതിന് ശേഷം എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ച് ചേർന്നിട്ട് ഒരു നിമിഷം കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിക്കുക. ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ പിതൃക്കളോട് അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും, നമ്മുടെ ഭാഗത്തു നിന്ന് അറിഞ്ഞോ അറിയാതെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാം. ആ തെറ്റുകൾക്കെല്ലാം ആത്മാർത്ഥമായിട്ട് അവരോട് ക്ഷമ ചോദിക്കുക. നമ്മൾ വെച്ചിരിക്കുന്ന നിവേദ്യ സാധനങ്ങൾ അവർ സ്വീകരിക്കുന്നതിന് വേണ്ടി അവരോട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം കുറച്ച് സമയം നമ്മൾ മാറി നിൽക്കുക. ആ ഭക്ഷണങ്ങളെല്ലാം അവർ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കുറച്ച് സമയം മാറി നിൽക്കുക. അതിനുശേഷം ആ ഭക്ഷണം നമുക്ക് ഉപയോഗിക്കാം, നമുക്കത് കഴിക്കാം. നമ്മളത് കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം നമ്മളെക്കാൾ ഉയർന്ന തലത്തിലുള്ള ആളെ സങ്കല്പിച്ചിട്ടാണ് നമ്മൾ വീതി വയ്ക്കുന്നത്. അതിൻ്റെ ഉച്ഛിഷ്ടം നമുക്ക് ഭക്ഷിക്കാം.
ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ നിവേദ്യം സമർപ്പിക്കാറുണ്ട്. പായസമൊക്കെ നിവേദ്യമൊക്കെ നമ്മൾ സമർപ്പിക്കുമ്പോൾ ആ ദേവന് സമർപ്പിച്ചതിൻ്റെ ദേവൻ്റെ ഉച്ഛിഷ്ടമാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെക്കാൾ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന പിതൃക്കളെ സങ്കല്പിച്ച് നമ്മൾ വയ്ക്കുന്ന നിവേദ്യത്തിൻ്റെ ഉച്ഛിഷ്ടം നമുക്ക് ഭക്ഷിക്കാവുന്നതാണ്. അത് നമുക്ക് ഉപയോഗിക്കാം, നമുക്കത് ഭക്ഷിക്കാം. ഇനി എപ്പോഴാണ് വീതി വയ്ക്കേണ്ടത്? സാധാരണ ബലി ഇട്ടതിന് ശേഷമാണ് സാധാരണഗതിയിൽ വീതി വയ്ക്കാറ്. കാരണം ബലി ഇടുന്നതിന് മുമ്പ് നമ്മൾ ഒരിക്കലായിരിക്കും ആ സമയത്ത് നമ്മൾ ഭക്ഷണപദാർത്ഥങ്ങൾ ഉപയോഗിക്കാറില്ല, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബലി ഇട്ടതിന് ശേഷമാണ് വീതി വയ്ക്കുക. ബലി ഇട്ടതിന് ശേഷം അന്ന് ഉച്ചയ്ക്കോ അല്ലെങ്കിൽ അന്ന് രാത്രിയിലോ ഒക്കെയാണ് സാധാരണയായിട്ട് വീതി വയ്ക്കാറുള്ളത്. ഇതിന് കൃത്യമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള നിയമങ്ങളോ എപ്പോൾ വീതി വയ്ക്കണമെന്നോ എങ്ങനെ വീതി വയ്ക്കണമെന്നോ ഒന്നുമുള്ള ആധികാരികമായിട്ടുള്ള നിയമങ്ങളൊന്നുമില്ല. പ്രാദേശികമായിട്ട് ഈ സമ്പ്രദായത്തിന് പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടാവും. ഇനി ഇത് കൂടാണ്ട് വീതി വയ്ക്കുന്നത് കൂടാണ്ട് ചില സ്ഥലങ്ങളിൽ അവലും മലരും വിളക്കത്ത് വയ്ക്കുന്ന സമ്പ്രദായമുണ്ട്. അങ്ങനെ വയ്ക്കുന്ന ആളുകൾക്ക് അങ്ങനെയും വയ്ക്കാം. ചില സ്ഥലങ്ങളിൽ അങ്ങനെയാണ് വയ്ക്കാറ്. അവല് മലര്, അതുപോലെ കൽക്കണ്ട മുന്തിരി, കരിക്ക്, അതൊക്കെ വെട്ടി വയ്ക്കുന്ന സമ്പ്രദായമുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെയും വയ്ക്കാം. അത് പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങൾക്കനുസരിച്ച് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് വീതി വയ്ക്കുന്നത്.